ഭക്തിയും വൈകാരികാനുഭൂതിയും പ്രദാനം ചെയ്യുന്ന ഗാനങ്ങളെക്കൊണ്ട് സമ്പന്നമാണ് ക്രൈസ്തവ ഗാനങ്ങൾ. ഭാരതീയ സംഗീതത്തിൽ പ്രാവീണ്യമുള്ള ഭക്തികവികളിൽ പ്രമുഖരാണ് വിദ്വാൻകുട്ടി അച്ഛൻ എന്നറിയപ്പെടുന്ന ജസ്റ്റിസ് ജോസഫ്, മോശവചനം ശാസ്ത്രികൾ, മഹാകവി KV സൈമൺ എന്നിവർ. പാലക്കാട്ടെ പ്രശസ്തമായ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ വെങ്കടേശ ഭാഗവതരുടെ മകനായി ജനിച്ച് ക്രിസ്തുമതം സ്വീകരിച്ചു. അങ്ങനെ ജസ്റ്റിസ് ജോസഫായി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചില ഗാനങ്ങളിൽ ഒന്നാണ് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന ഗാനം. മാരാമൺ കൺവെൻഷൻ ആരംഭിച്ച 1895 മുതൽ പാടിവരുന്നതും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞുള്ള സമാപന യോഗം ഈ ഗാനത്തോടു കൂടിയാണ് അവസാനിക്കുന്നതും. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ ആദിവനായി വന്ന ദൈവ കുഞ്ഞാടിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹിന്ദുമത വിശ്വാസത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന നെയ്യാറ്റിൻകര, തിരുപുറം സ്വദേശികളായിരുന്നു മോശവത്സനം ശാസ്ത്രികളുടെ മാതാപിതാക്കൾ. മോശവത്സനം ശാസ്ത്രികൾ കേരളത്തിലുടനീളം സുവിശേഷവുമായി സഞ്ചരിച്ചു. പുതിയ പാട്ടുകൾ രചിക്കുന്നതിലും വിവർത്തനം ചെയ്യുന്നതിലും അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. ക്രിസ്തീയ കീർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഏകദേശം 50 പാട്ടുകൾ ചേർത്തിട്ടുണ്ട്. നിന്റെ ഹിതം പോലെ എന്ന ഗാനം അദീനയും നോയൽ സോണിയും പാടുന്നത് നമുക്ക് കേൾക്കാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഇമ്പമുള്ള ജീവിതവും ഏറെ ദാനം മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയാൻ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഇമ്പമുള്ള ജീവിതവും ഏറെ ദാനമാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയാൻ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നേരുനിര പാമ്പലിയോ നീണ്ടെ നാടായോ കുറുതോ. പാരം കാരൻ
നിത്യം നാടാത്തിടണമേ. അഗ്നിമേഘ തുണുകലാൽ അടിയണ്ണെ എന്നും നടത്തി അനുദിനം കൂടെ ഇരുന്നു അപ്പനെ കടാക്ഷിക്കുകേ. നിന്റെ ഹിതം പോലെ എണ്ണെ നിത്യം നാടാചേതനമേ. ഇടയാറമ്മുണ കുന്നുംപുറത്ത് വീട്ടിൽ ജനിച്ച മഹാകവി KV സൈമൺ ഭാഷ, സാഹിത്യം, ചരിത്രം, പുരാണം എന്നിവയിൽ അസാധാരണ പാടവം ഉണ്ടായിരുന്ന ഒരു മഹാദേഹമായിരുന്നു. അദ്ദേഹം 10-ലധികം ഭാഷകൾ പഠിച്ചിരുന്നു. പഴയ നിയമങ്ങൾ അധികരിച്ച് വേദവിഹാരം എന്ന മഹാകാവ്യം രചിച്ചു. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ സ്തോത്രഗാനങ്ങൾ, പ്രാർത്ഥനാഗാനങ്ങൾ, പ്രബോധന ഗീതങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. മഹാകവി കുന്നുംപുറത്ത് KV സൈമന്റെ വാഴ്ത്തുക നീ മനമേ എന്ന പാട്ട് റിയാന എലിസബത്ത് ജോൺ പാടുന്നു. വാഴ്ത്തുക നീ മനമേ പരമേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു പ്രാപ്തിവൻ തന്നുപകാരത്തെ ഓർത്തു. വാഴ്ത്തുക നീ മനമേ പരമേ, വാഴ്ത്തുക നീ മനമേ, നിന്നകൃത്യം പരനോക്കിയും പോക്കി തിണ്ണമായി രോഗങ്ങൾ നീക്കി നന്നാക്കി. വാഴ്ത്തുക നീ മനമേ പരമേ, വാഴ്ത്തുക നീ മനമേ. നീൽവീട്ടിലൻ യേശുഹാസ്നേഹമായി വിളിക്കുന്നു വിളിക്കുന്നു. സ്നേഹപ്രകാശം വിട്ടാകുന്നോനായി ദൂരെ പോകുന്നതെന്ത്? നീ എന്നുവാ നീ എന്നുവാ ക്രിസ്തുഹാസ്നേഹമായി വിളിക്കുന്നു എന്നുവാ. ക്ഷീണിച്ചോനെ യേശു സ്വസ്ഥമാക്കും. വിളിക്കുന്നു വിളിക്കുന്നു. പാപഭാരം കൊണ്ടു ചെല്ലുക നീ, ആട്ടുകയില്ല നിന്നെ. നീ എന്നുവാ നീ എന്നുവാ ക്രിസ്തുഹാസ്നേഹമായി വിളിക്കുന്നു